ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് പറയാതെ നാട്ടിൽ വന്നത്. മുന്നിൽ ചെന്ന് ഞെട്ടിക്കാൻ വേണ്ടിയാണ് ഒരു സൂചന പോലും നൽകാതിരുന്നത്. എന്നിട്ടിപ്പോ ഞാൻ ആരായി? അത്രയ്ക്കും കാണാതിരിക്കാൻ കഴിയുന്നില്ല. മാമനോട് മറ്റെവിടെയെങ്കിലും നുണ പറഞ്ഞ് അവളെ പോയി കാണുമെന്ന് ഉറപ്പിച്ച് തിരക്ക് പിടിച്ച് റെഡിയായി തന്നെ. അപ്പോഴാണ് തലക്കിടി കിട്ടിയതുപോലെ ഇങ്ങനൊരു വാർത്ത. മുഖം അമർത്തി തുടച്ചവൻ ഫോണിന് നേരെ പോയി. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, അത് തൻ്റെ തന്നെ. സോന പറഞ്ഞൊന്നും അവൻ കണക്കിലെടുത്തിട്ടില്ല. പക്ഷെ ഗർഭിണിയാണെന്നുള്ള കാര്യം എന്തിന് ഇത്രയും കാലം മറച്ചു വെച്ചു? അതിനായിരുന്നു അവന് ദേഷ്യവും സങ്കടവുമല്ല. കൂടെ നിന്ന് പരിചരിക്കേണ്ട സമയം മുഴുവൻ രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. അത്രയ്ക്ക് എന്റെ സാമീപ്യം അവൾ ആഗ്രഹിച്ചില്ലേ? ഒരു തലോടൽ പോലും കൊതിച്ചില്ലേ അവൾ? ഓർക്കും തോറും തല വിടരാൻ തുടങ്ങിയവന് ഫോൺ കയ്യിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ആദിയുടെ കുറെ മിസ് കോളുകളുണ്ട്. അതിന്റെ എണ്ണമൊന്നും നോക്കാതെ പെട്ടെന്ന് അവൾക്ക് തിരിച്ചു വിളിച്ചു. ആദ്യമെങ്കിൽ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, അത് ഞാനൊരു കാര്യം അറിയാൻ തന്നെ വിളിച്ചു. ഞാനും അതിന് തന്നെയായിരുന്നു നേരത്തെ വിളിച്ച്, ഫോൺ എടുത്തില്ലല്ലോ. പരിഭവം നടിച്ചുകൊണ്ട് പരാതിയുടെ കെട്ടഴിക്കാൻ ഒരുങ്ങിയായിരുന്നു അവൾ. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഫെബിയിൽ നിന്ന് ആ ചോദ്യം വരുന്നത്. ആദ്യം നീ ഗർഭിണിയാണെന്ന് മറ്റൊരാൾ നാവിൽ നിന്ന് അറിഞ്ഞ കേട്ടത് ശരിയാണ്? നാവിറങ്ങി തൊണ്ടക്കുഴിയിലെത്തിയ പോലെ തറഞ്ഞു പോയവൾ. ആ ചോദ്യത്തിലെ ഗൗരവം അത്രയും അവളെ തളർത്തിയിരുന്നു. ഫെബിക്ക, അത് പിന്നെ ഞാൻ ചോദിച്ചതിന് ഉത്തരം മാത്രം കേട്ടാൽ മതി എനിക്ക്. ആണോ അല്ലയോ? അതെ, ഞാൻ പ്രഗ്നന്റാ. ഒരു നെടുവേർപ്പോടെ പറഞ്ഞു നിർത്തിയവൾ അടുത്ത വാക്ക് ഉച്ചരിക്കുന്നതിന് മുന്നേ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൾ വേഗത്തിൽ തിരിച്ചു വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ അവൾ നെറ്റിയിലേക്ക് കൈ ചേർത്തു. ഫോൺ മാറ്റിവെച്ച് ഫെബി റെയ്ഹാനെ ലക്ഷ്യം വെച്ച് ഇറങ്ങി. അവളുടെ വയറ്റുള്ള കുഞ്ഞ് എന്റെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവും ഇല്ല. എന്നോട് മറച്ചു വെച്ചില്ല എന്നൊരു വിഷമം മാത്രം. ഇതൊന്നും കണ്ട് നീ സന്തോഷിക്കണമെന്ന മട്ടിൽ റൂമിന് വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഫെബി സോനയോടായി ഉണർത്തിച്ചു. അത് കേട്ടതും അവളുടെ ചുണ്ടിൽ പുച്ഛിച്ചിരി. മക്കളോട് അത്രയും ഇഷ്ടമുള്ള നിങ്ങളെന്താ പിന്നെ ആദ്യത്തെ കുഞ്ഞിനെ അവളെ കൊണ്ട് അബോട്ട് ചെയ്യിപ്പിച്ച്? നീ എന്ത് ഭ്രാന്തായി പുലമ്പുന്ന സോന? ഒരു തരത്തിലും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ചിറങ്ങിയതാണോ? ഇപ്പൊ അങ്ങനെ ആയോ? നിങ്ങളെല്ലാം എന്നോട് അവിടെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ ആവശ്യപ്പെട്ട് ഓർമ്മയില്ലേ? അന്നൊരു ദിവസം ഞാൻ അവളെയും കൊണ്ട് പോയത് അത് വയറുവേദന കാണിക്കാനല്ലേ, അല്ലാതെ അബോർഷൻ ചെയ്യാനാണോ? ഫെബിക്ക് ആ തലവരിക്കാൻ വീണ്ടും തുടങ്ങിയിരുന്നു. കൈവിരലുകൾ മുടിയിലേക്ക് ഇറക്കി അവൻ മുറുക്കി വലിച്ചു. എനിക്കറിയില്ല, നിങ്ങൾ എന്നോട് അവിടെ കൂടെ ഹോസ്പിറ്റൽ വരെ ചെല്ലണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഞാൻ അതിൽ കൂടുതൽ ചൈഞ്ഞു ചോദിക്കാൻ നിന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴവൾ പറയുന്നത് അബോർഷന് വേണ്ടിയാണെന്നും ഇപ്പോഴൊന്നും ഒരു കുഞ്ഞിനെ ഫെബിക്കാക്ക് താല്പര്യമില്ലെന്നും വേറെ ആരും ഇത് അറിയേണ്ടെന്നും പറഞ്ഞു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് കൈയെടുത്താൻ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. എന്നിട്ട് ഞാനവളോട് സംസാരിച്ചു നോക്കി. പടച്ചവന്നൊരു ജീവൻ തിരിച്ചെടുക്കാൻ നമുക്കാർക്ക് അവകാശമില്ലെന്നും പറഞ്ഞു. മനസ്സിലാക്കാനൊരു ശ്രമം നടത്തി നോക്കി. അനുസരിക്കണ്ടേ? ഇക്കാക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ടതിനെ കടുപ്പിച്ചു പറഞ്ഞു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഫെബി അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി മിഴിച്ചു നിൽക്കുകയായിരുന്നു. എന്റെ സംസാരത്തിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നു? ഒരു മിനിറ്റ്. അതും പറഞ്ഞവൾ ധൃതിയിൽ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. കാര്യമെന്തെന്നറിയാൻ ഫെബിയുമേൽ അവൾക്ക് പുറകെ സഞ്ചരിച്ചു. സോന തന്റെ റൂമിലേക്ക് ഒരു വാർഡ്രോബ് വലിച്ചുറന്ന് അതിൽ നിന്നൊരു ഫയൽ പുറത്തേക്ക് എടുത്തു. അതുമായി ഫെബിക്ക് നേരെ തിരിഞ്ഞ് അവന് നീട്ടി. ഒന്നും മനസ്സിലാവാതെ അവൻ നെറ്റി വിളിച്ച് തുറന്നു നോക്ക്. അവനത് വാങ്ങി തുറക്കുമ്പോൾ കൈക്ക് ചെറുതായി വേറെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ശേഷം കണ്ട സ്കാനിങ് പിക്ചറിലേക്കും റിപ്പോർട്ടിലേക്കും നോക്കിയതേ ഓർമ്മയുള്ളൂ. എല്ലാ ശക്തിയും ചോർന്ന് തീർത്തൊരു തൂവലണക്കിനും ഭാരമില്ലാതായി മാറിയവൻ. ആദില ഫെബിൻ ഷാദ്. പേഷ്യന്റെ പേരിലും ഡീറ്റെയിൽസിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ എന്തു പറയുന്നു ഭർത്താവ്? ചോദ്യത്തിന് ഉത്തരമില്ലാതെ അവന്റെ നാവിറങ്ങിപ്പോയി. അടുത്തുനിന്ന് പിന്നെയും സോന ഓരോന്ന് പുലമ്പുന്നുണ്ട്. ഒന്നും അവൻ കേട്ടതേയില്ല. വീണ്ടും മനസ്സിലെവിടേക്കോ സംശയത്തിന് മുള്ള പൊട്ടിത്തുടങ്ങിയിരിക്കുന്നു. ആദ്യം നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി റെയ്യാനി തിരക്ക് മിന്നൽ വേദത്തിൽ താഴേക്ക് പാഞ്ഞു. അതേസമയം സോന പെട്ടെന്ന് എന്റെ ഫോണിൽ നിന്നും ആദ്യം വിളിച്ചു. സോനയുടെ അപ്പോഴത്തെ ആ വിളി എന്തിനായിരിക്കുമെന്ന് ആലോചിച്ച് അവൾ വേഗം അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഹലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും സോന അറ്റാക്ക് തുടങ്ങിയിരുന്നു. എന്ത് പണി ആദ്യം നീ കാണിച്ച്? പ്രഗ്നന്റ് ആണെങ്കിൽ ആദ്യം തന്നെ ഫെബിക്കാനോട് തുറന്നു പറയണ്ടേ? ഇതിപ്പോ വേറെ ആൾ വഴി അറിയേണ്ടി വന്നവന് നിന്നെയുള്ള സംശയം രട്ടിച്ചു. കുഞ്ഞ് കാലത്തിന്റെ ആയതുകൊണ്ടാ നീ ഇത്രയും നാളെ മറച്ചു പിടിച്ചെന്നൊക്കെ പറയുന്നത്. ഇനി ഈ ബന്ധം തുടർന്നുകൊണ്ട് അവന് താല്പര്യമില്ലെന്ന് നിന്നെ നേരിക്കണ്ട എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരുന്നുണ്ട് അങ്ങോട്ട്. പിന്നെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാകുമെന്ന് പറയാനും. കണ്ണിൽ ഇട്ടടിക്കുന്ന പോലെ തോന്നി ആദിക്ക്. കാലുകൾക്ക് തളർച്ച സംഭവിച്ച് അവൾ ഊർന്ന് നിലത്തേക്കിരുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അഫ്ര അകത്തേക്ക് കയറി വരുന്നത്. ഒരു കുതിപ്പിന് ചെന്ന് ആദിയെ താങ്ങി പിടിച്ചവൾ. ആദി, എന്തുപറ്റി? പെയിൻ തുടങ്ങിയോ? അഫ്രയുടെ ചോദ്യത്തിന് എന്റെ ഫെബിക്കാന്ന് പറഞ്ഞ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അവളുടെ മറുപടി. അത് കേട്ടതും ഫെബിക്ക് അരുതാത്ത എന്തോ സംഭവിച്ചു എന്നാണ് അഫ്ര കരുതിയത്. ആൾ വേഗം ആദിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി. സ്ക്രീനിലെ പേര് കണ്ടപ്പോൾ തന്നെ അഫ്രയ്ക്ക് മറ്റെന്തൊക്കെയോ ചിന്തകൾ വന്നു. കാരണം സോനയുടെ വീരസാഹസികതകൾ ആദിയിൽ നിന്നും റെയ്ഹാനിൽ നിന്നും പലവട്ടം കേട്ടതും അതിനോടൊപ്പം തന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയതുമാണ്. അഫ്ര ഫോൺ സ്പീക്കറിലിട്ടു. ഇനി ഇങ്ങനെ ഇരുന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല, എല്ലാം അതിന്റെ സമയത്ത് തന്നെ പറയണമായിരുന്നു. ഇപ്പൊ ഫെബിക്കാക്ക് നിന്നെ നേരിൽ കണ്ട എല്ലാം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ട്. ഇനി ഇങ്ങനെ തീർന്ന് ജീവിക്കാൻ വയ്യവനെന്ന് പറയുന്നു. നീ എവിടെയാ താമസം? ആ അഡ്രസ്സ് എന്ന് പറഞ്ഞ. രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. അഫ്ര അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു.
പരിചയമില്ലാത്തൊരു ശബ്ദം കേട്ടതും സോനൊന്ന് ശങ്കിച്ചു. ശേഷം എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അവൾ കോൾ കട്ട് ചെയ്തു. ഒരു ധൈര്യത്തിന് നോണം ആദ്യ അഫ്രയുടെ കൈത്തണ്ണിൽ മുറുക്കെ പിടിച്ചു. ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചവൾ ആദ്യം ആശ്വസിപ്പിച്ചു. നേരിൽ കാണുന്ന നിമിഷം ഇതുവരെ സംഭവിച്ചൊക്കെ ഫെബിയോട് തുറന്നു പറയണമെന്നായിരുന്നു ആദിയുടെ മനസ്സിലപ്പോൾ. താഴെയൊന്നും കാണാനായിട്ട് ഫോണെടുത്ത് റിയാനെ വിളിക്കാനൊരുങ്ങിയായിരുന്നു ഫെബി. അപ്പോഴാണ് സോന അവനരിയിലേക്ക് ചെല്ലുന്നത്. ആദിയുടെ അടുത്തേക്ക് പോകാനാണെങ്കിൽ അഡ്രസ്സ് എനിക്കറിയാം, വാ നടക്ക്. എന്താ? സത്യാവസ്ഥ അവിടെ വായിൽ നിന്ന് കേട്ടാൽ പോലെ നിങ്ങൾക്ക് അത് തെളിക്കൽ ഇപ്പം എൻ്റെ ആവശ്യം കൂടിയാ. അതുകൊണ്ട് റെയ്ഹാനും വേണ്ട, ഞാൻ മതി, വണ്ടി എടുക്ക്. ആരും നിരസിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലുള്ളതെല്ലാം ഉത്തരം കിട്ടിയില്ലെങ്കിൽ നെഞ്ചു പൊട്ടി പോകുന്ന അവസ്ഥയായിരുന്നു. ആ സമയം ഒരു ഫോൺ സംഭാഷണത്തേക്കാൾ എന്തുകൊണ്ടും നല്ലത് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതാണെന്ന് തോന്നി. സോനയും കൂട്ടി അവൻ ആദ്യം ലക്ഷ്യം വെച്ചിറങ്ങി. അവൾ പറഞ്ഞു കൊടുത്ത വഴി അനുസരിച്ച് മണിക്കൂറിന് ശേഷം അവൾ അഫ്രയുടെ വീണ്ടും മുമ്പിലെത്തിച്ചേർന്നു. മാസങ്ങൾക്ക് ശേഷമുള്ള ആദിയുടെയും ഫെബിയുടെയും കണ്ടുമുട്ടൽ എന്നേക്കുമായി പിരിയാനായിരിക്കുമോ, അതോ ഇത്രയും കാലം സഹിച്ച വേദനകളൊക്കെ മറക്കാൻ പാകത്തിന് ഒന്നിച്ചേരലോ? എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന അവന്റെ ചോദ്യത്തിന് എടുത്തടിച്ച പോലെ ഇല്ല എന്ന റിൻഷയുടെ മറുപടി കേട്ടതും അവനൊന്ന് ഞെട്ടി. ഇല്ലേ? ഇല്ല. എന്ത്? എനിക്ക് വേറൊരു അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി ചെറിയ രീതിയിൽ ആശയെക്കുറിച്ചും അവന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ വിവരിച്ചു കൊടുത്തവൾ. തോന്നി നിന്റെ മുഖത്ത് തെളിച്ചില്ലായ്മ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചിരുന്നു മറ്റാരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ഒരുങ്ങി കെട്ടി നിൽക്കുകയാണെന്ന്. ഏതായാലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നോട് നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമേ തുറന്നു പറഞ്ഞിരുന്നു എന്റെ ജീവിതം കോഞ്ഞാട്ടയാക്കാത്തതെന്ന്. പല പെൺകുട്ടികളും ഇങ്ങനെ തുറന്നു പറച്ചിൽ നടത്താത്തതിന്റെ പേരിൽ എത്ര ആൺകുട്ടികളുടെ ജീവിതമാണ് തൊലഞ്ഞു പോയെന്നറിയോ? അതുപോലെ തന്നെ തിരിച്ചു. ഇതേതായാലും നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. ഒന്നും അറിഞ്ഞതായി ഭാവിക്കുന്നില്ല ഞാൻ. അല്ലാതെ നിന്റെ ഉപ്പയോടും സംസാരിച്ചു നോക്കട്ടെ. കൂടുതൽ സമയം അവളോടൊപ്പം ചെലവഴിക്കാതെ അവൻ ആ മുറി വിട്ടിറങ്ങി. വളരെ അടുത്തൊരു സുഹൃത്തിനെ പോലെ തന്നോടാണ് സംസാരിച്ചതും പെരുമാറിയതൊക്കെ റിൻഷയ്ക്ക് സമാധാനം തോന്നി. എന്തായി, സംസാരിച്ചോ? അവനെ കണ്ട് കൂടെ വന്ന ഫ്രണ്ട് ചോദിച്ചു. അവളോട് സംസാരിച്ചു, പക്ഷെ അവിടെ തന്തയോട് എനിക്ക് 2 വർത്തമാനം പറയാനുണ്ട്. ഉപ്പ ഒന്നിങ്ങോട്ട് വരുമോ? എനിക്കൊരു അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് സുഹൃത്ത് അന്വേഷിക്കുന്നതിന് മുന്നേ അയാളെ വിളിച്ചവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്താ മോനെ, അവളോട് സംസാരിച്ചോ? എന്തു പറഞ്ഞ അവള്? മോനിഷ്ടായില്ലേ? ടെൻഷൻ മറച്ചു വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. സംസാരിച്ചു, പക്ഷേ എല്ലാം ഒരു യാന്ത്രികമായി തോന്നി എനിക്ക്. അവളുടെ സംസാരം പെരുമാറ്റമൊക്കെ ആരെയോ ഭയക്കുന്ന പോലെ. പറഞ്ഞുകൊണ്ടാൻ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. ഏഹേയ്, അങ്ങനെയൊന്നുമില്ല, മോന് വെറുതെ തോന്നിയതായിരിക്കും. പരമാവധി പതരാതെ പറഞ്ഞൊപ്പിച്ചു അയാൾ. നിങ്ങൾ അവളോട് സംസാരിച്ചിരുന്നോ? ഞാൻ കാണാൻ വരുന്നതിന് മുന്നേ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് ഒരു തവണയെങ്കിലും അന്വേഷിച്ചിരുന്നോ? അയാൾക്ക് ഉത്തരമില്ല. മൗനമായി നിലത്തേക്ക് നോട്ടമിട്ട് നിന്നു. എത്ര പേരുടെ ജീവിതമാണ് ഇങ്ങനെ നശിച്ചു പോകുന്നതെന്ന് ഓർത്തിട്ടുണ്ടോ? മക്കളുടെ അഭിപ്രായം പോലും ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം കല്യാണം നടത്തും. ചിലത് കല്യാണത്തിനാന്നോ തലേന്ന് ഒളിച്ചോടും. ചിലർ കല്യാണം കഴിഞ്ഞാലും കുട്ടികളായാലും വർഷങ്ങളോളം പഴയ ബന്ധം തുടർന്നുകൊണ്ടുപോകും. ഒടുക്കെ എല്ലാവരും അറിയുമ്പോൾ പ്രശ്നങ്ങളാവും. അതുവരെ കൂടെ ഉണ്ടായിരുന്ന ഇണയെ നിഷ്കരണം തള്ളിപ്പറഞ്ഞ് കാമുകിന്റെ കൂടെ ഇറങ്ങിപ്പോവും. ചോര പൈതങ്ങളെ വരെ കൊന്നുകൊള്ളും. തകർന്നു പോകുന്ന ഇതൊന്നും അറിയാത്ത തന്റെ പ്രിയപ്പെട്ടവരെ നെഞ്ചിലേറ്റി നടക്കുന്ന ഭാര്യമാരാണ് ഭർത്താക്കന്മാരാ. എനിക്കേതായാലും അവളെ വേണ്ട. അതുപോലെ മറ്റാരുടെയും തലയിൽ അവളെ കെട്ടിവെക്കാനും ശ്രമിക്കരുത്. അവളുടെ ഇഷ്ടം കൂടി നോക്കണം, അതേക്കുറിച്ച് അന്വേഷിക്കണം. അവൻ കള്ളോ കഞ്ചാവോ പെണ്ണുപിടിയോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ ഒരുമിപ്പിക്കണം. ആരുടെയും ജീവിതം വെച്ച് വെറുതെ ഒരു പരീക്ഷണത്തിൽ നിൽക്കരുത്. അതിനി സ്വന്തം മകളായാലും ശരി. പറഞ്ഞു നിർത്തി അവൻ അയാളെ നോക്കി. ഒന്ന് തലയുയർത്താൻ പോലും സാധിക്കാതെ അയാൾ അപ്പോഴും നിലത്തേക്ക് കണ്ണു നട്ട് അതേ നിൽപ്പ് തുടരുകയായിരുന്നു. താൻ പറഞ്ഞൊക്കെ അല്പമെങ്കിലും ഉൾക്കൊണ്ട് കാണുമെന്ന പ്രതീക്ഷയിൽ അവൻ അവിടുന്ന് പുറപ്പെടാനൊരുങ്ങി. കാറിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു വട്ടം തിരിഞ്ഞ് അവിടെ ആകെ മിഴികളൊന്ന് പരതി. പ്രതീക്ഷിച്ച മുഖം ജനലിനപ്പുറം കണ്ടതും അവനൊന്ന് നിറഞ്ഞു ചിരിച്ചു. എല്ലാം സെറ്റെന്ന് അവൾക്ക് തംസപ്പ് കാണിച്ചു. അത് കണ്ടത് അവളുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. മനസ്സുകൊണ്ട് അവൾ അവനൊരായിരം നന്ദി അർപ്പിച്ചു. ഫെബിക്ക, ഞാൻ വരുന്നില്ല. എനിക്കെന്തൊരു ഭയം പോലെ. അവളോട് വാദിക്കാനുള്ള കേൾപ്പ് നഷ്ടപ്പെട്ടു പോയതുപോലെ. ഞാനില്ല ഫെബിക്ക, നിങ്ങൾ പോയാൽ മതി. സോനയുടെ പറച്ചിൽ ഫെബിക്ക് അത് രസിച്ചില്ല. വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ എത്തും വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവൾ സംസാരിച്ചിരുന്നത്. ആദ്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമുള്ള ഇഷ്ടക്കേട് മുഴുവൻ ആ സംസാരത്തിലുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ സ്വിച്ച് ഇട്ട പോലെ അവൾക്കൊരു മനംമാറ്റം. വാടിങ്ങോട്ട്! അരിശത്തോടെ ഫെബി അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവളുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അവൻ കയ്യിൽ പിടിച്ച അതേ സമയം തന്നെ അവൾ തന്റെ വിരലുകൾ അവന്റെ വിരലുകൾക്കിടയിലൂടെ കോർത്ത് പിടിച്ചിരുന്നു. മനസ്സിൽ നിറയെ സമ്മർദ്ദങ്ങളും പലവിധ ചിന്തകളാൽ വേലിയേറ്റവും നടക്കുന്ന കാരണം അവളുടെ പ്രവൃത്തി ആ മുഖത്തെ കള്ളത്തിലാവും ശ്രദ്ധിച്ചതേയില്ല. വേഗം ചെന്ന് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ആളെ കണ്ടതും ഫെബി ഒന്ന് ഞെട്ടി. അഫ്ര. അവൾ ഫെബിക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ശേഷം അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. ആദി, നിന്റെ കൂടെ ആയിരുന്നോ? അവനപ്പോഴും ആശ്ചര്യം മാറിയില്ല. സോനയാണെങ്കിൽ ഇതെന്താ സംഭവം എന്നതിൽ രണ്ടുപേരെയും മിഴിച്ചു നോക്കുന്നുണ്ട്. അഫ്രയുടെ വിളി കേട്ട് ആദ്യമല്ല എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് റെയ്ഹാനായിരിക്കുമെന്നാണ് അവൾ കരുതിയിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഫെബിയെ മുന്നിൽ കണ്ടവും സന്തോഷവും സങ്കടവും കാരണം അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു. ഫെബിക്ക! അവളൊന്ന് വിങ്ങിപ്പൊട്ടി. ഫെബിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. നിറവയറും താങ്ങി പിടിച്ച് ഒട്ടും വയ്യാതെ നിൽക്കുന്നവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനും
ആ മുഖമാകെ ചുമ്മനങ്ങൾ കൊണ്ട് മൂടിപ്പൊതിയാനും തോന്നിയവന്. പക്ഷെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം, എങ്കിലേ ഇനി സമാധാനമുള്ളൂ. അവന്റെ ചിന്തകൾ കടന്നുപോയി. അതേസമയം ആദിയുടെ നോട്ടം ചെന്ന് ഫെബിയുടെ കൈക്കുള്ളിൽ ബന്ദിയാക്കപ്പെട്ട സോനയുടെ കൈകളിലേക്കായിരുന്നു. നെഞ്ച് പൊട്ടിക്കീറുന്ന പോലെ തോന്നിയവൾക്ക് ഫെബിയാണെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം കണ്ടതിന്റെ സ്നേഹമൊന്നും കാണിക്കുന്നുമില്ല. ഫെബിക്ക തന്റെ ശരീരത്തിന്റെ തളർച്ചയെല്ലാം പാടെ മറന്ന് അവൾ ആർക്കരിയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയായിരുന്നു. ഫെബിക്ക വിറയാർന്ന ശബ്ദത്തോടെ അവൾ വീണ്ടും വിളിച്ചു. അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട് ഇന്നോളം അനുഭവിച്ച വേദനകൾ ഓരോന്നും. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുടെ തുമ്പിലും സങ്കടത്തേക്കാൾ കൂടുതൽ തന്നോടുള്ള പ്രണയമാണ് തുളുമ്പുന്നതെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. ഒരു നിമിഷം എവിടുന്നോ വന്ന ഓർമ്മയിൽ ഒറ്റവലിക്ക് സോനയുള്ള പിടുത്തമിട്ടവൻ ആദിയിലേക്ക് അടുത്തു. ഒരു കാര്യം അറിയാനാ വന്ന്. സത്യം സത്യമായിട്ട് പറയണം. ഇതിന്റെ യാചനയായിട്ട് കണ്ടാൽ മതി. ആദ്യം അവന്റെ മിഴികളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഇന്നോളം കാണാത്തൊരു നോവാമുഖത്ത് അലയടിച്ചു വരുന്ന കണ്ട് അവൾ ഒരു നിമിഷം പകച്ചു നിന്നു. നിന്റെ വയറ്റിൽ ഇതിനുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഞാനറിയാതെ നീ അതിനെ കൊന്നുകളഞ്ഞു. ആദ്യം ഞെട്ടി കണ്ണു തള്ളി. അവളുടെ പകുതി ജീവൻ അതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ പ്രതീക്ഷിതയല്ലായിരുന്നു അവൾ. എന്തുത്തരം കൊടുക്കുമെന്നറിയാതെ അറിഞ്ഞിരിക്കുമ്പോഴാണ് വീണ്ടും ഫെബിയുടെ ശബ്ദം ഉയരുന്നത്. ഈ സോന പറയുന്നു നീ അവളും ചേർന്നാണ് അബോർഷന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയതെന്നും നീ പറഞ്ഞിട്ടാണ് അവൾ ഇതിന് കൂട്ടുന്നെന്നും. പോരാത്തിന് തെളിവിനാ ഇതാ ഈ റിപ്പോർട്ടും തന്നു എന്റെ കയ്യിൽ. ഫെബി സ്കാനിങ് റിപ്പോർട്ട് ആദിക്കുന്നതിനെ നീട്ടി. അവളുടെ നാവിറങ്ങിപ്പോയി. ഇനി പരാതി എന്നോട് മറച്ചു വെച്ച് എന്തിനാ നീ അങ്ങനെ ചെയ്ത്? എനിക്കത് അറിഞ്ഞേ തീരൂ. സങ്കടം മാറി ആ മുഖത്ത് മറ്റു പല ഭാവങ്ങളും നിറഞ്ഞിരുന്നപ്പോൾ ഒരു വേള അവളുടെ നോട്ടം സോനയിലേക്ക് നീണ്ടു. ആ മുഖത്ത് നിറയെ പുച്ഛം. ഫെബിയെ നേടിയെടുക്കാൻ വേണ്ടി അവൾ തന്നെ ചതിച്ചാണെന്ന് ആദിക്ക് മനസ്സിലായി. ആ നിൽപ്പും ഭാവം കണ്ട് ആദിക്ക് എവിടുന്നേക്കോ ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി. എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാൻ ഫെബിക്കാം. അവൾ സംസാരിക്കാൻ ഒരുങ്ങിയായിരുന്നു. അപ്പോഴാണ് ഫെബിയുടെ പോക്കിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കിയപ്പോൾ റെയ്ഹാനാണ്. ഈ അവസരത്തിൽ അവനെ തന്നെയായിരുന്നു കിട്ടേണ്ടെന്നോർത്ത് പെട്ടെന്ന് ഫെബി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് പോലും പറയാൻ ഇട നൽകാതെ ഒറ്റയടിക്ക് റെയ്ഹാൻ പറഞ്ഞ കാര്യം കേട്ട് ആദ്യം ഫെബി ഒന്ന് അന്തിച്ചെന്നെങ്കിലും പിന്നീട് ഒട്ടും സമയങ്ങളായ കാറിനടുത്തേക്ക് നീ. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ സോനിയ ആദ്യം അവനെ തന്നെ മിഴിച്ചു നോക്കി. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കാലൊന്ന് കയറാൻ. അനങ്ങാൻ നിൽക്കുന്ന സോനയുടായ ഒച്ചയെടുത്തവൻ ആദ്യം നോക്കിയ ശേഷം സോനയിൽ ചെന്ന് അവനോടൊപ്പം വണ്ടിയിലേക്ക് കയറി. ആ നിമിഷം തന്നെ കാർ റോഡിലേക്ക് ഇറങ്ങി. അവർ പോയി കഴിഞ്ഞിട്ടും വേദനയോട് ആ വഴിയെ തന്നെ നോക്കി നിൽക്കുന്ന ആദിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു അഫ്ര. വാ. ആദിയുടെ കയ്യിൽ പിടിച്ചവൾ അകത്തേക്ക് കൊണ്ടുപോയി. എങ്ങോട്ട് ഈ പറക്കുന്നത്? എന്താ കാര്യം നിങ്ങളൊന്നും പറയുന്നുണ്ടോ? മനുഷ്യന് ജീവൻ ബാക്കി തരുമോ? നീലന്തോടാ പറക്കുന്ന കാറിന്റെ സീറ്റിൽ മുറുകെ പിടിച്ചവൾ ഫെബിയോട് ഒച്ചയെടുത്തു. ജീവൻ ബാക്കിരാനല്ല, കൊല്ലാനാ പോകുന്നത്. നിന്നെയും നിന്റെ ആങ്ങളെയും. കുടുംബം കുളം തോണ്ടാനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വേണ്ട. അവന്റെയും നിന്റെ അവസാനായിന്ന്. വീട്ടിക്കാര് വന്നിട്ടുണ്ട്. അവൻ സർവ്വതും നശിപ്പിക്കുകയാണെന്ന്. വേണ്ടി വന്ന എല്ലാവരെയും കൊന്നുകളാൻ ഒരു മടി കാണിക്കില്ലെന്ന് പറയാനാ റെയ്ഹാൻ വിളിച്ച്. എന്റെ കുട്ടിയെ നല്ലോണം ഒരു നോക്ക് കാണാൻ പോലും പറ്റില്ല എനിക്ക്. പാവം, എനിക്ക് ഇപ്പോഴും ദേഷ്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അത് കാരണം ആ കണ്ണുകൾ അങ്ങനെ പെയ്തിറങ്ങുന്നത്. എല്ലാം മനസ്സിലാക്കിയിട്ടൊന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റിയില്ലല്ലോ പടച്ചോനെ. ദേഷ്യത്തിനൊപ്പം സങ്കടവും തികട്ടി വന്ന അവന്റെ ഉള്ളിൽ. ഇത്രയൊക്കെ താൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇപ്പോഴും ആ മനസ്സിൽ അധിക സ്ഥാനമുണ്ടെന്നറിഞ്ഞ സോനയുടെ ഉള്ളിൽ എന്തെന്നില്ലാതെ ദേഷ്യമായിരുന്നു ഫെബിയോട്. സീറ്റിൽ കൈമുറുകുന്നതിനൊപ്പം അവളുടെ കടപ്പലകളും ഞെരിഞ്ഞമർന്നു. മിനിറ്റുകൾക്ക് ശേഷം അതേ സ്പീഡിൽ വണ്ടി അവരുടെ വീടിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ തികച്ചും ശാന്തമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ഫെബി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം തന്നെ സോനയും. കാറിന്റെ ശബ്ദം കേട്ടതും അകത്തുനിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്നു. കൂട്ടത്തിൽ നജീബ് ഉണ്ടായിരുന്നു. എവിടെ എവിടെ അവൻ? എന്ത് സംഭവിച്ചു? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? വല്ല അക്രമം കാണിച്ചവൻ? അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒറ്റ ശ്വാസം ചോദിച്ചവൻ. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവരുടെയും നോട്ട് ഒരു കൂസലുമില്ലാതെ റെയ്ഹാന്റെ മുഖത്തേക്കായിരുന്നു. എടാ, നിന്നോടാ ഞാൻ ചോദിച്ചത്, കാലിതെവിടെയെന്ന്. നീ ഇവളെയും വിളിച്ചുകൊണ്ട് എവിടെ പോയതായിരുന്നു? ഫെബിയുടെ ചോദ്യം തീർത്താവണിച്ചുകൊണ്ട് റെയ്ഹാൻ മറു ചോദ്യം ഉന്നയിച്ചു. അതാണ് ഇവിടുത്തെ പ്രോബ്ലം ഇപ്പോ. ഫെബിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അതെ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രോബ്ലം. എന്നോട് ചോദിക്കാതെ അഡ്രസ്സും തപ്പി പിടിച്ച് അവിടെ വരെ പോയത് ആരോട് ചോദിച്ചിട്ടാ? കൂട്ടിൽ നീ ഇവളെ വിളിച്ച്. ഫെബിയേക്കാൾ ദേഷ്യം റെയ്ഹാന്റെ മുഖത്ത് പ്രകടമായി. എടാ, അങ്ങനെയല്ല, ഞാനിവിടെ എനിക്ക് കൂട്ടിക്കൊണ്ട് പോയതല്ല. അവള് പറഞ്ഞൊരു കാര്യം സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാ. തികച്ചും സൗമ്യതയിൽ പറഞ്ഞു ഫെബി. അത് കേട്ടത് ഇനിയും തെളിയിക്കാനാണെന്ന മട്ടിൽ സംശയത്തോടെ റെയ്ഹാൻ ഫെബിയെ നോക്കി നെറ്റി വിളിച്ചു. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ നിന്നെൽപ്പിൽ അവനെല്ലാം വിശദീകരിച്ചു. കേട്ടു നിന്നവരിലെല്ലാം ഒരു ഞെട്ടലുളവായി. അവരോരോരുത്തരും പകപ്പോടെ പരസ്പരം നോക്കി. റെയ്ഹാനിൽ മാത്രം പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. നേരത്തെ തോന്നിയ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിച്ചു എന്നല്ലാതെ. അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ തീ ആളി കത്തി. സോനയെ ചുട്ട് ചാമ്പലാക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു അതിന്. അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനെ. അവളുടെ ഉള്ളും പുറവൊന്നാകെ കിടിലം കൊള്ളാൻ തുടങ്ങി. ഫെബിക്ക് ദേഷ്യം വരുന്ന പോലെയല്ല റെയ്ഹാന് ദേഷ്യം വന്നാൽ കണ്ണും കാതും ഉണ്ടാവില്ല. ഒന്ന് പരിങ്ങിയ ശേഷം അവൾ മെല്ലെ ഉപ്പാക്ക് പുറകിലേക്ക് വലിഞ്ഞു. അപ്പോഴേയും കൈ റെയ്ഹാന് പിടിവീണിരുന്നു. ഈ നായേ! ഇരച്ചുകയറി വന്ന ദേഷ്യമെല്ലാം കയ്യൂക്കിലേക്ക് നൽകിയവൻ ഒറ്റ അടിയായിരുന്നു സോനയുടെ മോന്തക്കിട്ട്. ഒന്ന് വട്ടം കറങ്ങിയവൾ ഫെബിയുടെ കാൽ കിളിച്ചെന്ന് വീണു.
കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നീയലടി അവളെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ ആ പാവത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുന്നോ? റിൻഷ അവളുടെ ഒപ്പം തന്നെ വീട്ടിലേക്ക് കയറിയെന്ന് വിളിച്ച പോലെ തന്നെ ആഷി അവളുടെ വീട്ടിലേക്ക് അയച്ചെന്ന് ഉറക്കി വിളിച്ചു. ആദ്യ വീട്ടിൽ തന്നെ അവിടെയുള്ള 4 പേര് ഇറങ്ങി വെളിയിലേക്ക് വന്നിരുന്നു. ആഷിയെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് സന്തോഷം കൊണ്ട് റിൻഷയുടെ മിഴികൾ തിളങ്ങി. ഇത്രയും ദിവസം നിന്നെ കാണാതായതുകൊണ്ട് ഒരു പരാതി കൊടുക്കാനിരിക്കായിരുന്നു ഞാൻ. പക്ഷെ എന്തുകൊണ്ടോ അതിനു മുമ്പ് ആദ്യം ഇവിടെ വന്നൊന്ന് അന്വേഷിക്കാന്ന് കരുതി. നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. പിന്നെന്താ കോളേജിൽ പോകാത്ത? സാറുമാരും മുഴുവൻ സ്റ്റുഡൻസും മാറി അന്വേഷിക്കാൻ നിന്നെ. ഇത്രയും ലോങ് ലീവ് എടുക്കാൻ മാത്രമുള്ള കാരണം എന്താണെന്നാ അവരൊക്കെ ചോദിക്കുന്നത്. ഫോണിൽ വിളിച്ചിട്ട് പോലും നിന്റെ യാതൊരു റെസ്പോൺസില്ലെന്ന് പറഞ്ഞ് കൂട്ടക്കരച്ചില്ല എല്ലാവരും ചേർന്ന് വാട്സാപ്പിലൊക്കെ. അപ്പൊ പിന്നെ ആരെങ്കിലും മുന്നിട്ടിറങ്ങണല്ലോ. നീ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും ഒന്ന് അറിയണ്ടേ? ഇനി പറ, എന്താ നിനക്ക് പറ്റിയത്? എന്താ കോളേജിൽ പോകാത്തത്? ആളൊന്നും മിണ്ടിയില്ല. നോട്ടം നേരെ ഉപ്പയിലേക്ക് നീണ്ടു. അവന് കാര്യം മനസ്സിലായി. അയാളെ ഭയന്നിട്ടാണ് അവൾ വായ തുറക്കാത്തത്. അവൻ ഉപ്പയുടെ അടുത്തേക്ക് കയറി ചെന്നു. അയാൾക്ക് തൊട്ടുമ്പിലായി നിന്നു. എന്റെ വീട്ടിൽ കയറുമെന്ന് എനിക്കെതിരെ വധഭീഷണി മുഴക്കിയത് തൽക്കാലം ഞാൻ മോളോട് പറയുന്നില്ല. പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതിയും കൊടുക്കുന്നില്ല. പക്ഷെ നാളെ മുതൽ അവളെ കോളേജിൽ വിടണം. അനാവശ്യ കാര്യത്തിന് വെറുതെ അവിടെ പഠിത്തം പാതി വഴിയിലാക്കരുത്. വധഭീഷണിയോ? ഞാനോ? അത് കേട്ടത് അയാൾക്ക് വെറുതെ തുടങ്ങിയിരുന്നു. അവൻ കാര്യാക്കിയില്ല. അയാളുടെ തൊട്ടയിൽ നിൽക്കുന്ന സിയെ നോക്കി നന്നായെന്ന് പുഞ്ചിരിച്ചു. ശേഷം പടിയിറങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ തിരിഞ്ഞു നോക്കി. റിനു, പോട്ടെ മോളെ, നാളെ കോളേജിൽ ചെയ്യണം. അതുവരേക്ക് ലവ് യു, മിസ് യു. നിന്നേൽപ്പിൽ അവൾ ഉരുകി ഒളിച്ചു. ഉപ്പയുടെ തുറിച്ചുകൊണ്ട് തന്നെ നേർക്ക് വന്നതിനെ കണ്ടില്ലെന്ന് അടിച്ചവൾ മനസ്സിലിട്ട് ആശയം നല്ലോണം പ്രാഗി. പോകുന്നതിന് മുമ്പേ ഒരു ഫ്ലൈയിങ് കിസ് കൂടി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവന്. പക്ഷെ അവളുടെ മോന്ത കണ്ട് അത് പാടെ ഉപേക്ഷിച്ചു. ചിരി പൊട്ടി വരുന്നുണ്ടായിരുന്നു. അത് ചുണ്ടിൽ കടിച്ചു പിടിച്ച് സിയക്ക് കുസൃതിയായെന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കി. റിൻഷ പിന്നെ അവിടെ നിന്നില്ല. ഒരോട്ടത്തിന് ബെഡ്റൂമിൽ കയറി കഥ കടച്ചു. കൂടെ ആശയുള്ള ദേഷ്യം മുഴുവൻ പില്ലോയിൽ ഞെരിച്ച് തീർക്കുകയും ചെയ്തു. എന്താ നീ പറഞ്ഞു? ഞാൻ പറഞ്ഞു സത്യ. നിന്നെ ആദ്യം തമ്മിൽ പിരിച്ചവിടെ സ്ഥാനം തട്ടിയെടുക്കാനാ ഇത്രയും നാൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയാ ഈ കണ്ട നാടകമൊക്കെ നടത്തി കൂട്ടിയത്. നിന്റെ മാത്രമല്ല, വീട്ടിലുള്ള ഓരോരുത്തരെയും മനസ്സിലേക്ക് വിഷം കോരി ഒഴിച്ചിട്ടുണ്ട് ഇവള്. ഒക്കെ ക്ഷമിക്കാം. പക്ഷെ അന്ന് ചെയ്ത് കോണിപ്പടികളിലുള്ള ഉരുണ്ടുരുണ്ട് എന്റെ കാലിനടിയിലേക്കാ അവള് വന്ന് വീണ്. ദാ ഇവള് ഉന്തി വീഴ്ത്തി കാരണം. അതും പറഞ്ഞ് നിരത്തി വീണടക്കുന്ന സോനയുടെ മുടുക്കുതിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു റൈഹാൻ. എന്നിട്ട് മുന്നിലേക്ക് ഒരു തള്ളു വെച്ചു കൊടുത്തു. ശേഷം അന്നുണ്ടായ സംഭവം മുഴുവൻ വിവരിച്ചു പറഞ്ഞു. ഡോക്ടർ അന്നേ സൂചിപ്പിച്ചിരുന്ന ആദ്യോട് ഇവള് കൂടെ നിന്ന് ചതിക്കുകയാണെന്ന്. അതുകൊണ്ട് രണ്ടാമത് ഗർഭിണിയായപ്പോ ആദ്യം നിന്നോട് തന്നെ പറയണമെന്ന് അവൾ തീരുമാനിച്ച്. എന്നിട്ട് നീ എന്താ ചെയ്ത്? ആട്ടി ഇറക്കി വിട്ടുവിടുന്നത്. എന്തോരം സഹായിച്ചടാ അവള്. എത്ര ക്ഷമിച്ചു. ഇപ്പോഴും തീ തിന്ന. ഒരു സമാധാനം കൊടുത്തോളാം. നീ അതിന് ഇത്തിരി സ്നേഹം കൊടുത്തോ? വേണ്ട, ഇനി അവൾക്ക് നിന്നെ ആവശ്യമില്ല. ഇങ്ങനെ വേദനിപ്പിക്കാനായിട്ട് മാത്രം ഒരു ഭർത്താവിന് അവൾക്ക് ആവശ്യമില്ല. നിനക്ക് ചെയ്യുന്നതാ ഇവളാ, ഈ പിശാച. അവള് സ്വീകരിച്ചോ നീ? ഒന്നാറിയ ദേഷ്യം ഡബിളായി കുതിച്ചുയർന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു റൈഹാൻ. ഇനി അവിടെ നിന്നാൽ ഇക്കാണെന്ന് ഓർക്കില്ല. വേറെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകും. അവൻ തിരിഞ്ഞടന്ന് കാറിനകത്തേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. ഫെബി പുറകെ ഓടിയെങ്കിലും കേട്ടില്ല. കാറ് മിന്നൽ വേഗത്തിൽ ഗേറ്റ് കടന്നു പോയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഏതാനും പാർട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ്. താങ്ക് യു.